ഹായ് everyone, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് തെർമൽ കുക്കർ അല്ലെങ്കിൽ റൈസ് കുക്കറിൽ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നെയ്ച്ചോറായിരുന്നാലും അതുപോലെ തന്നെ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് റൈസ് റെഡിയാക്കി എടുക്കാനായിരുന്നാലും ഈ ഒരു തെർമൽ കുക്കറിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബിരിയാണി അരി അളന്നെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് ജീരകശാല അരിയാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ബസ്മതി അരി കൊണ്ടാണ് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഏത് അരി ആയിരുന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്കിത് വെള്ളം വാലാനായിട്ട് വെക്കാം. ഇതാണ് നമ്മുടെ തെർമൽ കുക്കർ. അപ്പോൾ ഇതിനകത്ത് ഒരു പാത്രം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വലിയ ഒരു പാത്രം മൂടിയോട് കൂടിയാണ് ഉണ്ടാവുക. ഇനി നമ്മൾ കുറച്ചളവിലാണ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ വേറെ ചെറിയ പാത്രം ഉണ്ടെങ്കിൽ അതും ഇതിനകത്തേക്ക് വെക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള പാത്രം എന്ന് പറയുന്നത്. പിന്നെ അടിയിൽ ഇതുപോലൊരു ചെറിയൊരു വാഷർ പോലെ ഒരു സംഭവം ഉണ്ടാവും. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തുള്ള ഈ പാത്രമാണ് എടുക്കുന്നത്. അത് നമ്മൾ ഡയറക്റ്റ് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് റൈസിനെ കണക്കാക്കിയിട്ടുള്ള വെള്ളം എടുക്കാം. 3 കപ്പ് റൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഇരട്ടി വെള്ളമല്ല കേട്ടോ എടുക്കുന്നത്. ഇതിന് ഇരട്ടിയിൽ നിന്നും 1 കപ്പ് നമ്മൾ കുറക്കുന്നുണ്ട്. അതായത് 5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. 5 കപ്പ് അല്ലെങ്കിൽ 5.25 കപ്പ് വരെ എടുക്കാം. നമ്മൾ ശരിക്കും ഒരു ദമ്മിട്ട് റെഡിയാക്കി എടുക്കുന്ന പോലെയാണ് ഈ ഒരു റൈസ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഇരട്ടി അളവിലുള്ള വെള്ളം ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ 5.25 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെള്ളം എപ്പോഴും കുറച്ചാണ് വേണ്ടത് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് 5 ഏലക്കായയും 5 ഗ്രാമ്പും പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ നിങ്ങൾ എങ്ങനെയാണ് നെയ്ച്ചോറ് വെക്കുന്നത് ആ രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ 3/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാൻ ഫ്രൈ ചെയ്ത് ചേർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വഴറ്റിയിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതിനകത്തുള്ള ഈ ഒരു പാത്രം സ്റ്റവിൽ വെച്ചിട്ട് ആദ്യം നെയ്യ് ഒഴിച്ച് ചൂടാക്കി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കഴുകി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു റൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി റോസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ റൈസ് യൂസ് ചെയ്യാറുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. പക്ഷേ വെള്ളം എപ്പോഴും ഈ ഒരു പറഞ്ഞ അളവിൽ തന്നെ ഏത് രീതിയിലായിരുന്നാലും എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒന്ന് മൂടി വെക്കുക, തിളപ്പിക്കുക. ജസ്റ്റ് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഈ ഒരു തെർമൽ കുക്കറിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ആ ഒരു വട്ട് വെച്ച് കൊടുക്കാൻ മറക്കരുത് അതിനകത്ത്. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇപ്പോൾ ഇനി ഇത് നമ്മൾ എപ്പോഴാണോ നമ്മൾ തുറക്കുന്നത് അത് നമ്മളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ ഈ ഒരു നെയ്ച്ചോറ് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് രാത്രി എടുത്തിരുന്നാലും കുഴപ്പമില്ല, വൈകുന്നേരം എടുത്തിരുന്നാലും കുഴപ്പമില്ല, ഇനി ഉച്ചയ്ക്കുള്ളതും നമ്മൾ രാവിലെ തന്നെ വെച്ചിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു പ്രശ്നമില്ല. നമുക്ക് വേണ്ടുന്ന സമയത്ത് മാത്രം നമ്മളിത് ഓപ്പൺ ചെയ്തിരുന്നാൽ മതി. അങ്ങനെ കുറേ സമയം വെച്ചെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വെന്ത് പോകുന്നില്ല കേട്ടോ. ആ ഒരു കറക്റ്റ് അളവിന് തന്നെ ഇരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാം. അടിയിൽ പിടിക്കുന്ന ഒരു പ്രശ്നമില്ല. അപ്പോൾ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല വിട്ട് തന്നെ നമുക്ക് റൈസ് നല്ല കറക്റ്റ് പരുവത്തിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. വെള്ളം എപ്പോഴും എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ അളവിൽ തന്നെ എടുക്കുക. ഒരുപാട് വെള്ളം എടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ആകെ വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് വളരെ സിമ്പിളായിട്ട് നമുക്കിതിലേക്ക് റെഡിയാക്കി എടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് സെർവ് ചെയ്യാനായിരുന്നാലും നമുക്കൊരു 20 മുതൽ അരമണിക്കൂർ വരെ ടൈം വേണ്ടി വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു റൈസ് കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നെയ്ച്ചോറ് റെഡിയാക്കി നോക്കാൻ മറക്കണ്ട. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു തെർമൽ കുക്കർ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് ഉപകാരമുള്ള ഒരു പാത്രമാണിത്. ഈ ഒരു പാത്രം ഉപയോഗിച്ചിട്ടുള്ള കൂടുതൽ വീഡിയോസ് ഇൻഷാ അല്ലാ ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക്